അവർ യൂണിവേഴ്സിന്റെ ഫൈനൽ എപ്പിസോഡാണ് നമ്മൾ ഇന്ന് കാണുന്നത്. അങ്ങനെ ഇന്റർവ്യൂവിൽ ആ സ്ത്രീ ഇവർ രണ്ടുപേരും കൊച്ചിനെ നോക്കാൻ സ്യൂട്ടബിൾ അല്ല എന്ന് പറയും. അവളാണ് ടെൻഷനായിട്ട് നിങ്ങൾ എന്ത് പറയുന്നത്, ഞങ്ങൾ അവന്റെ ഫാമിലി അല്ലേ എന്ന് ചോദിക്കും. പേരൻസ് നഷ്ടമായതുകൊണ്ട് ഇപ്പോൾ കൊച്ച് ഇമോഷണലി അൺസ്റ്റേബിൾ ആയ ഒരു പീരീഡിലൂടെയാണ് കടന്നു പോകുന്നത്. അതുമാത്രമല്ല റിലേറ്റീവ്സ് തമ്മിൽ പ്രശ്നമാണ്. എനിക്കത് വെറുതെ അങ്ങ് ഒഴിവാക്കി കളയാൻ കഴിയില്ല. കൊച്ചിന് നേരിട്ട ആപത്ത് ഞാനും എൻ്റെ കണ്ണുകൊണ്ട് നേരിട്ട് കണ്ടതല്ലേ. സത്യം പറഞ്ഞാൽ നിങ്ങൾ രണ്ടുപേരും ബൂജുവിന്റെ ഗാർഡിയൻസ് ആവാൻ യോഗ്യരല്ല. അവരാണെ ഇനി ഒരിക്കലും ഇങ്ങനെ സംഭവിക്കാതെ നോക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്ന പറയും. നിങ്ങൾക്ക് ഒന്നുകൂടി ഈ ഡിസിഷൻ ഒന്ന് റീകൺസിഡർ ചെയ്തൂടെ. ഇൻവെസ്റ്റിഗേറ്റർ എന്തായാലും ഇതിന്റെ ഫൈനൽ ആൻസർ പറയേണ്ടത് ഞാനല്ല, കോടതി ആ ഡിസിഷൻ നടത്തിക്കോളെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കും. ഇവരിപ്പോ തിരിച്ച് അപ്പാർട്ട്മെന്റിലേക്ക് വരുവാണ്. അവരെ കണ്ടിട്ട് കൊച്ച് ഓടി വരുന്നുണ്ട്. ടെഹിങ് അവനെ പൊക്കിയെടുക്കും. ഊജു നീ ചേട്ടന്മാരെല്ലാം പറഞ്ഞത് കേട്ടു എന്ന് കൊച്ചിനോട് ചോദിക്കും. അപ്പൊ ചേച്ചി ഞാൻ അവനോട് നിങ്ങൾ പുറത്ത് പോയിരിക്കുമെന്ന് പറഞ്ഞു. അവൻ നല്ല കുട്ടിയായിട്ട് ഇവിടെ അനുസരിച്ചിരുന്നു. അവള് ഞാൻ റൂമിലേക്ക് പോവാണെന്ന് പറയും. അമ്മച്ചി കാര്യം എന്താ, നിനക്ക് പനിയാണെന്ന് ചോദിക്കുന്നുണ്ട്. ഇല്ല ഒന്നുമില്ല, ഞാൻ ആകെ ക്ഷീണിച്ചു, വീട് പോയി വൃത്തിയാക്കുകയും വേണം. ടേഹിങ് ഇത് കേട്ട് നീ പോയിക്കോ, ഞാൻ ബൂജിനെ കൊണ്ട് വന്നോളാന്ന് പറയും. അങ്ങനെ അവള് വീട്ടിലേക്ക് കയറിപ്പോകും. എന്താ കോടതിയിൽ എന്തെങ്കിലും സംഭവിച്ചോ എന്ന് അവർ ടേഹിങ്ങിനോട് ചോദിക്കും. അവൻ അങ്ങനെ അവരോട് കാര്യമെല്ലാം വിശദീകരിച്ച് പറയും. ഇതെല്ലാം കേട്ടിട്ട് നിങ്ങൾ സ്യൂട്ടബിൾ അല്ലെന്നോ, ഹേ എന്ത് വർത്താനം അത്, ഉഞ്ചിന് അതിനുള്ള യോഗ്യതയില്ലെന്നോ, അടുത്ത തവണ അവര് തെറ്റായിരുന്നെന്ന് ഞങ്ങൾക്ക് തെളിയിക്കണമെന്ന് ടേഹിങ് പറയും. അവള് വീട്ടിൽ ചെന്നിട്ട് ബൂജുവിന്റെ കളിപ്പാട്ടങ്ങളെല്ലാം എടുത്തു വെക്കുവാണ്. അപ്പോൾ അവിടെ കോർട്ട് ഹൗസിൽ പറഞ്ഞ ബാക്കി കാര്യം കേൾപ്പിക്കും. എന്നിരുന്നാലും എനിക്ക് മിസ്റ്റേക്ക് പറ്റാനുള്ള ഒരു ചാൻസ് ഉണ്ട്, അതുകൊണ്ട് ഞാൻ നേരിട്ട് വന്ന് ചെക്ക് ചെയ്യും. കുട്ടി ഇപ്പൊ താമസിക്കുന്ന വീട്ടിൽ ഞാൻ വന്ന് കുറച്ചുകൂടി സൂക്ഷ്മമായിട്ട് പരിശോധിക്കും. അവളാണെങ്കിൽ എനിക്ക് ഇനിയൊരു ചാൻസ് ഉണ്ട്, ഞാനതിൽ നേടിയെടുക്കുന്നു പറഞ്ഞ് കോൺഫിഡൻസ് ആവാൻ ശ്രമിക്കുവാണ്. അടുത്ത സീനിൽ ഓഫീസിലെ എല്ലാവരും കൂടിയുള്ള ഒരു മീറ്റിംഗ് ആണ്. ടേഹിങ് എടുത്ത ഫോട്ടോസ് എല്ലാം സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. നമുക്ക് വീണ്ടും കുറച്ച് ഷൂട്ട് ചെയ്യണമെന്ന് അവർ പറയും. ഈ മാസം 20-നതായാലോ എന്ന് അവർ ചോദിക്കുന്നുണ്ട്. ടേഹിങ് അത് കേട്ട് ഫോണ് എടുത്തു നോക്കും. 20-നാണ് ഇൻവെസ്റ്റിഗേറ്റർ വീട്ടിൽ വന്ന് വിസിറ്റ് ചെയ്യുന്നത്. നമുക്ക് 20 കൺഫേം ചെയ്താലോ എന്ന് അവർ പറയുന്നുണ്ട്. അവനത് പോയി ഹുൻഷിനോട് പറയുവാണ്. അന്നല്ലേ ആ ലേഡി വീട്ടിലേക്ക് വരുന്നത്, ഞാൻ എന്തായാലും അവിടെ ഉണ്ടാകണ്ടേ. അവള് ഇല്ല അത് കുഴപ്പമില്ല, നീ പോയി ഷൂട്ട് ചെയ്തോ, ഞാനത് മാനേജ് ചെയ്തോളാന്ന് പറയും. അവളിപ്പോ വൂജുവിനെ കൂട്ടാനായി ഡേ കെയറിൽ വന്നിരിക്കുവാണ്. അവളെ കണ്ടിട്ട് വൂജു തുള്ളിച്ചാടി വരുന്നുണ്ട്. ആന്റി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞതേ തിരിഞ്ഞു പോലും നോക്കാതെ കൊച്ച് ഒരൊറ്റ ഒട്ടായിരുന്നു. വൂജുവിന് നിന്നെ ഒരുപാട് ഇഷ്ടമാണെന്ന് അവിടുത്തെ ടീച്ചർ പറയും. കൊച്ച് സന്തോഷത്തോടെ ടീച്ചർക്ക് ടാറ്റയെല്ലാം കൊടുത്ത് അവളുടെ കൂടെ തിരിച്ചു പോകും. ആന്റി ആന്റി എന്ന് പറഞ്ഞ് അവളുടെ ചുറ്റും നടക്കുവാണ്. നീ എന്നെ കണ്ടതിൽ ഒത്തിരി ഹാപ്പിയാണോ എന്ന് അവൾ ചോദിക്കും. നിനക്ക് ഇത്ര സന്തോഷം ഉണ്ടാവുമെന്ന് ഞാൻ കരുതിയില്ല, ഞാൻ നീ എപ്പോഴും നിന്നെ വന്ന് കൂട്ടാന്ന് പറയും. എന്നിട്ട് കൊച്ചിൻ്റെ കൈയും പിടിച്ച് പോവാണ്. ഇതിപ്പോ ഇൻവെസ്റ്റിഗേറ്റർ വീട്ടിലെ വിസിറ്റിന് വരുന്ന ദിവസമാണ്. വൂജുവിനാണെ ജലദോഷം പിടിച്ചെന്ന് തോന്നുന്നു, മൂക്കെല്ലാം ഒലിക്കുന്നുണ്ട്. ടേഹിങ് ജോലിക്ക് പോകാൻ റെഡി ആവുകയാണ്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം അവർ വരുന്നല്ലേ നീ പറഞ്ഞത്, പിന്നെന്താ നീ ഇപ്പോഴും ബിസി ആയിരിക്കുന്നതെന്ന് അവൻ ചോദിക്കും. എനിക്ക് ഈ വീട് എത്ര വൃത്തിയാക്കിയാലും മതിയാവില്ല, ഇത് കാണുന്ന ആരും ഈ വീട് കൊച്ചിന് താമസിക്കാൻ ഫിറ്റാണെന്ന് പറയണം. നിനക്ക് ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ കഴിയുമെന്ന് ഉറപ്പാണെന്ന് അവൻ ഒന്നുകൂടി ചോദിക്കുന്നുണ്ട്. ഒന്നും പേടിക്കണ്ട, നീ ജോലിക്ക് പോയിക്കോന്ന് അവൾ പറയും. അവൻ കൊച്ചിനോട് യാത്രയെല്ലാം പറഞ്ഞ് വീട്ടിൽ നിന്ന് പോവാണ്. അവളാണെങ്കിൽ വീണ്ടും ടോയ്ലറ്റിൻ്റെ മുക്കും മൂലം എല്ലാം വൃത്തിയാക്കും. ഊജു അവിടെ ഇരുന്ന് കളിക്കുന്നുണ്ട്. കൊച്ചിൻ്റെ പാവ വരെ അവൾ കഴുകി തൂക്കിയിടും. ബ്ലീച്ച് ഉപയോഗിച്ച് കഴിയുന്നതുകൊണ്ട് അതിൻ്റെ മണം അവിടെ എല്ലാം ഉണ്ട്. അതുകൊണ്ട് അത് പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് അവൾ പോയി ഡോറ് തുറന്നിടും. അവൾ എന്നിട്ട് കൊച്ചിൻ്റെ അടുത്ത് വന്നിട്ട് തലയിലും മുഖത്തും എല്ലാം തൊട്ട് നോക്കും. അവളുടെ തലയിലും കൈവച്ചിട്ട് ചൂട് കൂടുതലുണ്ടോ ഇല്ലയോ എന്ന് നോക്കുവാണ്. നിനക്ക് പനിയുണ്ടെന്ന് തോന്നുന്നല്ലോ. അവൾ അവൻ്റെ ടെമ്പറേച്ചർ ചെക്ക് ചെയ്യും. അയ്യോ നിനക്ക് പനിക്ക് എന്തെങ്കിലും ഗുളിക തരണമല്ലോ എന്ന് പറഞ്ഞ് അവള് മെഡിസിൻ പോയി നോക്കുവാണ്. അപ്പോൾ അതെല്ലാം കാലിയായിട്ടുണ്ടാവും, ഒന്നുപോലും ബാക്കി ഉണ്ടാവില്ല. അവള് അടുത്ത വീട്ടിലെ ചേച്ചിനെ വിളിച്ചിട്ട് ഊജുവിന് പെട്ടെന്ന് പനി പിടിച്ചു, നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും മെഡിസിൻ ഉണ്ടാവുമോ എന്ന് ചോദിക്കും. അവരപ്പോൾ അയ്യോ ഞാനിപ്പോൾ പുറത്താണല്ലോ, എന്താ ചെയ്യുക, ഊജുവിന് പനി കൂടുതലാണോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇല്ല ചെറിയ പനിയുള്ളൂ. അവിടെ വീട്ടിലെ എമർജൻസി മെഡിസിൻ ഒന്നും ഇരിപ്പില്ലേ, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ചേച്ചി പറയും. അവൾക്കാണെങ്കിൽ ഇപ്പോൾ ഹോസ്പിറ്റലിൽ പോകാൻ പറ്റിയ സമയമല്ലല്ലോ, അതുകൊണ്ട് അവള് ഞാൻ ഒന്നുകൂടെ എവിടെയെങ്കിലും പരിശോധിച്ച് നോക്കട്ടെ എന്നിട്ട് വിളിക്കാമെന്ന് പറഞ്ഞ് ഫോൺ വെക്കും. അങ്ങനെ നോക്കുമ്പോഴാണ് അവിടെ മുകളിലത്തെ തട്ടിൽ മെഡിക്കൽ കിറ്റ് ഇരിക്കുന്നത് കാണുന്നത്. അവളത് തുറന്ന് അതിൽ പനിക്കുള്ള മരുന്നുണ്ടോ എന്ന് നോക്കുവാണ്. ഇതിനിടയ്ക്ക് വൂജു വാതിൽ തുറന്നു കിടക്കുന്നത് കണ്ട് പുറത്തേക്ക് പോകും. അവൻ വീടിന്റെ പുറത്തെത്തും. അവളാണെങ്കിൽ മരുന്ന് തപ്പിക്കൊണ്ടിരിക്കുകയാണ്. വൂജു താഴേക്കുള്ള സ്റ്റെപ്പ് ഇറങ്ങും. പെട്ടെന്ന് കാല് തെറ്റി അവൻ താഴെ വീഴും. ഒച്ച കേട്ടിട്ട് അവൾ ഞെട്ടി തിരിഞ്ഞു നോക്കും. അപ്പോൾ അവിടെ ഒന്നും കൊച്ചുണ്ടാവില്ല. അവൾ ഷോക്കായിട്ട് വൂജുവിനെ വിളിച്ച് പുറത്തേക്ക് ഓടിപ്പോകും.
ചെന്ന് നോക്കുമ്പോൾ ആ സ്ത്രീ അതാ കൊച്ചിനെ എടുത്ത് താഴെ നിൽക്കുന്നു. കൊച്ചാണെങ്കിൽ താഴെ വീണതിന്റെ വേദനയ്ക്ക് നിർത്താതെ കരയുന്നുണ്ട്. അവൾ ഓടിച്ചെന്ന് അവരുടെ അടുത്ത് നിൽക്കുമ്പോൾ അവര് ആദ്യം ഹോസ്പിറ്റലിൽ പോകണമെന്ന് തോന്നുന്നു. കുട്ടിയെ ഇപ്പോൾ ഉപദ്രവിക്കുകയും കൂടിയാണോ എന്ന് ചോദിക്കും. അവളാണെങ്കിൽ അങ്ങനെയല്ല പറയുന്നുണ്ട്. കുട്ടിക്ക് പ്രൊട്ടക്ഷൻ ആവശ്യമുള്ളപ്പോൾ അത് കൊടുക്കാതിരിക്കുന്നത് നെഗ്ലക്റ്റ് ആണ്, അത് തീർച്ചയായും അബ്യൂസ് തന്നെയാണെന്ന് അവർ പറയും. കൊച്ചാണെങ്കിൽ വേദനിച്ച് കരയുവാണ്. ഈ ശബ്ദമെല്ലാം കേട്ടിട്ട് താഴെയുള്ള അമ്മച്ചിയും മോനും കൂടി അങ്ങോട്ട് വരും. കൊച്ചു കരയുന്നത് കേട്ട് എന്താ സംഭവിച്ചതെന്ന് അവർ ചോദിക്കും. നിങ്ങളെന്താ അബ്യൂസ് എന്നെല്ലാം പറയുന്നത്? ഇവിടെ ആരാ കൊച്ചിനെ ഉപദ്രവിച്ചതെന്ന് ചേട്ടൻ ചോദിക്കുന്നുണ്ട്. അമ്മച്ചിയപ്പോൾ നിങ്ങൾ വെറുതെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയരുത്, അവൾ കുട്ടിയെ നോക്കാതെ അബ്യൂസ് ചെയ്തു എന്നെല്ലാം പറഞ്ഞാൽ അവൾ അങ്ങനെ ഒരാളല്ലാന്ന് പറയും. ആ ലേഡി ആണെങ്കിൽ അത് നമുക്ക് വഴിയെ മനസ്സിലാവും. ഇപ്പോ അവിടേക്ക് പോലീസ് വണ്ടി വരുവാണ്. കൂടെ ചൈൽഡ് പ്രൊട്ടക്ഷൻ ടീമുണ്ട്. അവര് പോലീസിനോട് കാര്യങ്ങളെല്ലാം പറയും. ഹുഞ്ചിന് ഓടി അവരുടെ പുറകെ ചെന്നിട്ട് എന്താ ഇവിടെ നടക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഈ ഇൻവെസ്റ്റിഗേറ്റർ ഞങ്ങളെ അപ്പം തന്നെ വിളിച്ചിരുന്നു, ഞങ്ങൾ അതുകൊണ്ട് ചൈൽഡ് അബ്യൂസ് കേസ് അന്വേഷിക്കാൻ വേണ്ടി വന്നതാണെന്ന് പോലീസുകാരൻ പറയും. അവളാണെങ്കിൽ അയ്യോ ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല എന്ന് കരഞ്ഞു പറയുവാണ്. പോലീസുകാരൻ ഞങ്ങൾ കണ്ടതും ഈ ഇൻവെസ്റ്റിഗേറ്റർ പറഞ്ഞതും വെച്ച് ഇപ്പൊ ഞങ്ങൾക്ക് വേറെ ചോയ്സ് ഒന്നുമില്ല, കുട്ടിയെ നിങ്ങൾ ഉപദ്രവിക്കുകയായിരുന്നു എന്ന് വിശ്വസിക്കാനേ കഴിയൂന്ന് പറയും. കുട്ടിയുടെ സേഫ്റ്റിയാണ് ആദ്യത്തെ കാര്യം, അതുകൊണ്ട് ഞങ്ങൾ കൊച്ചിനെ എമർജൻസി പ്രൊട്ടക്ഷനിലേക്ക് പ്ലേസ് ചെയ്യുവാണ്. എമർജൻസി പ്രൊട്ടക്ഷനോ? അതെന്താ സംഭവം എന്ന് ചേട്ടൻ വന്ന് ചൂടായി ചോദിക്കും. പ്രൊസീജിയർ അനുസരിച്ച് ഞങ്ങൾക്ക് കൊച്ചിനെ നിങ്ങളിൽ നിന്ന് ഇപ്പോൾ സെപ്പറേറ്റ് ചെയ്യേണ്ടി വരും, അതുകൊണ്ട് ഞങ്ങളുമായിട്ട് സഹകരിക്കണം. സെപ്പറേറ്റ് ചെയ്യാനോ? നിങ്ങൾ എന്താ പറയുന്നത്? പൂജുവിനെ വേറെ എങ്ങോട്ടെങ്കിലും കൊണ്ടുപോകാനാണോ? ഇല്ല ഇല്ല എന്ന് പറഞ്ഞ് അവൾ കരയുന്നുണ്ട്. എന്റെ പൂജുവിനെ എങ്ങനെയാ എന്റെ അടുത്ത് നിന്ന് കൊണ്ടുപോകാൻ കഴിയാന്ന് പറഞ്ഞ് അവൾ നിലവിളിക്കും. അമ്മച്ചിയാണെങ്കിൽ നിങ്ങൾക്ക് തെറ്റ് പറ്റിയെന്നാ തോന്നുന്നേ, കൊച്ചിനെ എങ്ങനെ അവന്റെ ആന്റിയുടെ അടുത്ത് നിന്ന് മാറ്റി നിർത്താൻ കഴിയുക? അങ്ങനെ ചെയ്യാൻ മാത്രം അവൾ എന്ത് തെറ്റാ ചെയ്തത്? അപ്പോ വേറൊരു പോലീസുകാരൻ വന്നിട്ട് എമർജൻസി പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ അതൊരു പണിഷ്മെന്റ് ഒന്നും അല്ല, കൊച്ചിന്റെ സേഫ്റ്റിക്ക് വേണ്ടി ചെയ്യുന്ന ഒരു കാര്യമാണെന്നേ ഉള്ളൂ. ഇത്തരം കേസുകളിൽ കാര്യങ്ങൾ വ്യക്തമാവുന്നതുവരെ കൊച്ചിന്റെ സേഫ്റ്റി ഞങ്ങൾക്ക് പരിഗണിച്ച് തീരൂ. ഇൻവെസ്റ്റിഗേഷനിൽ അബ്യൂസ് ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ അത് റിമൂവ് ചെയ്യും. നിങ്ങൾ ഞങ്ങളുമായിട്ട് സഹകരിക്കണമെന്ന് പറയുന്നുണ്ട് ഇൻവെസ്റ്റിഗേറ്റർ. അപ്പോൾ നമുക്ക് കൊച്ചിനെ വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. അങ്ങനെ അവര് വൂജിനെ എടുക്കുവാണ്. അവളാണെങ്കിൽ ഉറക്കെ ഞാൻ ഒരൊറ്റ നിമിഷം എൻ്റെ കണ്ണൊന്ന് മാറ്റിയതേ ഉള്ളൂ, എനിക്ക് എൻ്റെ വൂജു ഇല്ലാതെ ജീവിക്കാൻ കഴിയില്ല, നിങ്ങൾ എങ്ങോട്ട് എൻ്റെ കൊച്ചിനെ എടുത്തുകൊണ്ട് പോകുന്നതെന്ന് പറഞ്ഞ് നിലവിളിച്ച് കരയും. അവരതൊന്നും ശ്രദ്ധിക്കാതെ കൊച്ചിനെ എടുത്ത് വണ്ടിയിൽ കയറ്റി വെക്കും. കൊച്ചാണെങ്കിലോ ഒരേ കരച്ചിൽ തന്നെയാണ്. പോലീസുകാർ വീണ്ടും അവിടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ കൊച്ചിനെയും കൊണ്ട് ചൈൽഡ് പ്രൊട്ടക്ഷന്റെ വണ്ടി പോവാണ്. അവള് അതിന് പുറകെ കരഞ്ഞുകൊണ്ട് ഓടും. അവളുടെ ചെരുപ്പ് വഴിയിൽ ഊരിപ്പോവും. എന്നിട്ട് അവള് നിലവിളിച്ചുകൊണ്ട് പുറകെ ഓടിച്ചെന്ന് നിലത്ത് വീഴും. ഊജു ഊജു എന്ന് വിളിച്ച് അവൾ ഉറക്കെ നിലവിളിക്കും. അങ്ങനെ രാത്രിയായി. ആൾക്കാരെല്ലാം കൂടി കാര്യങ്ങൾ സംസാരിക്കുവാണ്. അവൾ ഒരു സെക്കൻഡ് കൊച്ചിന്റെ മെഡിസിൻ എടുക്കാൻ വേണ്ടി ഒന്ന് മാറിയതല്ലേ ഉള്ളൂ, പോലീസ് അതെങ്കിലും ഒന്ന് ശ്രദ്ധിക്കേണ്ടെന്ന് പറയുവാണ്. ടേഹുങ് ഓടി വരുന്നുണ്ട്. അവൻ കാര്യമൊന്നും അറിയാതെ ഹോം വിസിറ്റ് ഇപ്പോഴും നടക്കുവാണെന്ന് ചോദിക്കും. ചേട്ടൻ ചൂടായി, നീ ഇപ്പോഴാണോ വീട്ടിൽ വരുന്നേ? അമ്മച്ചി വന്ന് അവനോട് കാര്യങ്ങളെല്ലാം പറയും. അവനിപ്പോൾ ഒരു സ്ഥലത്തേക്ക് ഓട്ടുവാണ്. ചൈൽഡ് പ്രൊട്ടക്ഷന്റെ ഓഫീസാണിത്. അവിടെ ഹുൻജിൻ പുറത്തൂടെ നടപ്പുണ്ട്. അവൻ ചെന്ന് അവളെ പിടിച്ചിട്ട് നീ ഓക്കെ ആണെന്ന് ചോദിക്കും. അവള് നിലത്ത് ഇരുന്ന് പോവും. ഇതെല്ലാം ഞാൻ കാരണമാണ് ഇതെല്ലാം സംഭവിച്ചതെന്ന് പറയും. ഞാൻ എപ്പോഴും അവൻ്റെ കൂടെ ഇരുന്നെങ്കിൽ, വേഗം പോയി അവനെ നോക്കിയിരുന്നെങ്കിൽ അവന് പനി വരില്ലായിരുന്നു, ഇങ്ങനെ ഒന്നും സംഭവിക്കില്ലായിരുന്നു എന്ന് അവൾ പറയും. നീ എന്തൊക്കെയാ പറയുന്നേ? നീ ഊജുവിന്റെ മെഡിസിൻ എടുക്കാൻ നോക്കുമ്പോഴല്ലേ ഇത് സംഭവിച്ചത്, കുഴപ്പമൊന്നുമില്ല എണീക്ക്. പക്ഷേ അവള് ഞാൻ എല്ലാത്തിനും കാരണം എന്ന് പറഞ്ഞ് കരയുവാണ്. എനിക്ക് ഊജുവിനെ ഓർത്തിട്ടാണ് ടെൻഷൻ. അവൻ അവളെ കെട്ടിപ്പിടിക്കും. അങ്ങനെ അടുത്ത ദിവസമായി. ഹുഞ്ചിനെ വീടിന് പുറത്ത് വെച്ച് അമ്മച്ചി കാണും. അവൾ ആകെ ക്ഷീണിച്ചിരിക്കുന്നത് കണ്ടിട്ട് അവരവളെ വിളിച്ചിട്ട് വാ വീട്ടിലേക്ക് വാ, അവിടെ കുറെ ഫ്രൂട്ട്സ് ഇരിപ്പുണ്ട്, വന്ന് കുറച്ച് കഴിക്കെന്ന് പറഞ്ഞ് അവളെ വിളിക്കും. അവള് വേണ്ട കുഴപ്പമൊന്നുമില്ല എന്ന് പറയുമ്പോൾ ചേട്ടനും പുറത്തേക്ക് വന്നിട്ട് പോയി കുറച്ച് ഫ്രൂട്ട്സ് കഴിക്കുന്ന പറയും. അവളിപ്പോൾ അവരുടെ വീട്ടിൽ വന്നിരിക്കുവാണ്. അവൾ നോക്കുമ്പോൾ അവിടെ അമ്മച്ചിയും ചേട്ടനും വേറൊരു സ്ത്രീയും കൂടെ നിൽക്കുന്ന ഫോട്ടോ കാണുന്നുണ്ട്. ചേട്ടൻ ഈ സമയം ഞാനൊന്ന് പുറത്ത് പോയിട്ട് വരാമെന്ന് പറഞ്ഞ് ഡ്രസ്സൊക്കെ ഇട്ട് പോവാൻ ഒരുങ്ങുവാണ്. എന്നിട്ട് അയാള് ഊജു ഇപ്പോ എവിടെയുള്ളത്, നിങ്ങൾക്ക് അവനെ ഇനി എത്ര കാലം കാണാൻ കഴിയാത്തതെന്ന് ചോദിക്കും. അവനിപ്പോ വേറൊരു ഫാമിലിയുടെ കൂടെ ഉള്ളത്, 72 മണിക്കൂർ എമർജൻസി സെപ്പറേഷൻ എന്ന് അവർ പറഞ്ഞു. പിന്നെ അവരുടെ അന്വേഷണത്തിന് ശേഷം അത് ഒഴിവാക്കിയോ നീട്ടിക്കൊണ്ട് പോവുകയോ ചെയ്യുമായിരിക്കും. അവരെന്തായാലും അത് മാറ്റും, നീ പേടിക്കാതെ. അമ്മച്ചി വന്നിട്ട് നീ പോന്ന് പറഞ്ഞ് അയാളെ പുറത്തേക്ക് പറഞ്ഞു വിടും. അവർ വന്ന് അവളുടെ അടുത്തിരിക്കും. അവൾക്ക് നിർബന്ധിച്ച് ഭക്ഷണം കൊടുക്കും. അവളപ്പോ എനിക്ക് ഒരു വിശപ്പും ഇല്ലാന്ന് പറയും. അമ്മച്ചിയാണെങ്കിൽ ഞാൻ കുറച്ച് ചോറും കിംച്ചിയും എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് എഴുന്നേൽക്കുന്നുണ്ട്. അവള് വേണ്ട എനിക്കൊന്നും വേണ്ട. അവരാണെങ്കിൽ എന്ത് ബുദ്ധിമുട്ടാണെങ്കിലും നീ ഭക്ഷണം കഴിച്ചേ തീരൂ. അവളപ്പോ ഊജുവിനായിരിക്കും എന്നേക്കാൾ കൂടുതൽ ബുദ്ധിമുട്ട്. അവനെ പെട്ടെന്ന് വീട്ടിൽ നിന്ന് എടുത്തിട്ട് അറിയാത്ത ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകും
ഒത്തുപോയതല്ലേ, വൂജുവിനെ നോക്കാൻ എനിക്ക് ഒരു അർഹതയില്ലെന്ന് തോന്നുന്നു. അമ്മച്ചി അപ്പോൾ അവളെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് പറയും, നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ കാര്യങ്ങൾ ഒരിക്കലും നടക്കണമെന്നില്ല. ഞങ്ങൾ രണ്ടുപേരെയും തന്നെ എടുത്തു നോക്ക്, ഞങ്ങൾ തമ്മിൽ യാതൊരു രക്തബന്ധമില്ലെന്ന് നിനക്കറിയുമോ? അവൻ എൻ്റെ സണ്ണിലോ ആണ്. അവളപ്പോൾ ആ ഫോട്ടോയിലേക്ക് ഒന്നുകൂടി നോക്കും. എൻ്റെ മോള് എന്നെ വിട്ട് ഈ ലോകത്തിൽ നിന്ന് വേഗം പോയി. എനിക്കത് കൊല്ലുന്ന വേദനയായിരുന്നു. അപ്പോഴാണ് എൻ്റെ മരുമകൻ അവൻ്റെ സാധനങ്ങളെല്ലാം എടുത്തിട്ട് ഇവിടേക്ക് വന്നത്. അവൻ സ്വന്തം വീട് പോലെ ഇവിടെ നിന്നു എന്നെ നോക്കാൻ വേണ്ടി. എൻ്റെ ചെവിക്ക് ചുറ്റും നടന്ന് വർത്താനം പറയാൻ തുടങ്ങി. ഞാൻ അവനോട്, നിന്റെ ഭാര്യ പോയില്ലേ, പിന്നെന്തിനാ നീ ഇവിടെ നിൽക്കുന്നത്, നിനക്ക് പ്രാന്തായെന്ന് ചോദിച്ച് അവനെ ഓടിച്ചു വിടാൻ നോക്കിയതാണ്. പക്ഷേ അവൻ ഒരു ഇഞ്ച് പോലും മാറിയില്ല. അവൻ ചെറിയ തമാശയൊക്കെ പറഞ്ഞ് എന്നെ ചിരിപ്പിക്കാൻ നോക്കി. ഞാൻ അവനോട് ദേഷ്യപ്പെട്ട് തന്നെ, നീ എന്തിനാ സ്വന്തം കാര്യം നോക്കാതെ ഇവിടെ വന്ന് നിൽക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ അവൻ എന്താ പറഞ്ഞതെന്നോ, ഞാനിവിടെ നിങ്ങളുടെ കൂടെ ഉള്ളിടത്തോളം ഇതാണ് എൻ്റെ ജീവിതം. അങ്ങനെ ഞങ്ങൾ ഒരു ഫാമിലിയായി. അതുകൊണ്ട് ഫാമിലി ആവാൻ ഒരു ക്വാളിഫിക്കേഷൻ്റെ ആവശ്യമില്ല. നീ വൂജുവിനെ ഓർത്ത് ടെൻഷൻ ആവുന്നില്ലേ, അവന് വേണ്ടി കഷ്ടപ്പെടുന്നില്ലേ, അപ്പം തന്നെ നീ അവൻ്റെ ഫാമിലിയായി. അവരങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ്, പേടിക്കേണ്ട, നീ ഇതെല്ലാം നന്നായി ഹാൻഡിൽ ചെയ്യുന്നു പറഞ്ഞ് അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കും. അവള് തിരിച്ച് വീട്ടിൽ വന്നിട്ട് വൂജുവിൻ്റെ ഡയപ്പറെല്ലാം എടുത്ത് പാക്ക് ചെയ്യുകയാണ്. അതേസമയം ടേഹുങ്ങും കുറേ സാധനങ്ങളുമായിട്ട് വരുന്നുണ്ട്. അവൾ ഇതെല്ലാം പാക്ക് ചെയ്യുന്നത് കണ്ടിട്ട്, നീ എന്താ ചെയ്യുന്നതെന്ന് അവൻ ചോദിക്കുമ്പോൾ, ഞാനൊന്ന് പുറത്തേക്ക് പോവാണെന്ന് അവൾ പറയും. ഇപ്പോഴോ, എവിടേക്കാ? ഊജു രാത്രി ഒട്ടും ഉറങ്ങിയിട്ടുണ്ടാവില്ല. നമ്മൾ കൂടെയില്ലാതെ അവൻ പേടിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് അവൻ്റെ പാവയും സാധനങ്ങളെല്ലാം കൊണ്ട് കൊടുത്താൽ അതവന് കുറച്ച് ആശ്വാസമാകുമെന്ന് തോന്നുന്നു. അത് കേട്ട് ടേഹുങ്, നമുക്ക് ഒരുമിച്ച് പോവാമെന്ന് അവളോട് പറയും. അവരിപ്പോൾ സഞ്ചിയിൽ അവൻ്റെ സാധനങ്ങൾ എടുത്തിട്ട് അത് ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസർക്ക് കൊണ്ടു കൊടുക്കുവാണ്. അവൾ അവരോട്, വൂജുവിന് ഇന്നലെ ചെറിയ പനി ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ കുറച്ച് മെഡിസിൻ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ വൂജുവിൻ്റെ സ്കിൻ വളരെ സെൻസിറ്റീവാ, അവന് പെട്ടെന്ന് റാഷസ് വരും. അതുകൊണ്ട് ഈ ഡയപ്പർ മാത്രമേ ഉപയോഗിക്കാവൂ. പിന്നെ അവൻ്റെ ഇഷ്ടപ്പെട്ട പാവയും കൊടുത്തിട്ട് ഇതുണ്ടെങ്കിൽ അവന് കുറച്ച് ആശ്വാസമാവുമെന്ന് പറയും. 9 മണിയാകുമ്പോഴത്തേക്ക് അവനെ കിടത്തി ഉറക്കാൻ നോക്കണേ, അഥവാ ആ സമയം മാറിയാൽ അവൻ ഉറങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് ടേഹുങ്ങും പറയുന്നുണ്ട്. പിന്നെ ഒരു കാര്യം കൂടി, അവനിടയ്ക്ക് അച്ഛനെയും അമ്മയും അന്വേഷിച്ച് കരയാറുണ്ട്. അങ്ങനെയുള്ളപ്പോൾ അവനെ ഒന്ന് ചേർത്ത് പിടിച്ച് പതിയെ ആശ്വസിപ്പിച്ചാൽ മതി, അവൻ നേരെ ആയിക്കോളും. ഇതെല്ലാം കേട്ടിട്ട് ഓഫീസർ, നിങ്ങൾ പേടിക്കൊന്നും വേണ്ടെന്ന് പറയുന്നുണ്ട്. തിരിച്ച് വീട്ടിൽ വരുമ്പോൾ ടേഹുങ്ങു ഒരുപാട് ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഹുഞ്ചിനാണെങ്കിൽ എനിക്ക് ശരിക്കും ഒരു വിശപ്പില്ല എന്ന് പറയും. അവനപ്പോൾ, ഇത് നീ സ്ട്രോങ് ആയിരിക്കേണ്ട സമയമാണ്, ഇന്നലെ മുതൽ ഒരു വക കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് കുറച്ച് ഭക്ഷണം അവളുടെ മുമ്പിൽ കൊണ്ടുവയ്ക്കും. അവരെന്നിട്ട് അത് കഴിക്കുവാണ്. അവൻ അവളോട്, നിനക്കത് ഓർമ്മയുണ്ടോ, അന്ന് ഫ്യൂണറലിൻ്റെ സമയത്ത് വൂജുവിനെ ഏറ്റെടുക്കുമെന്ന് നീ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ ഒരിക്കലും ആരുടെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്ന ആളല്ലാന്ന് നിന്നോട് പറഞ്ഞത്? ആ, എനിക്ക് ഓർമ്മയുണ്ടെന്ന് അവൾ പറയും. അപ്പോൾ ഞാൻ അങ്ങനെയായിരുന്നു എന്നാണ് കരുതിയത്. സത്യമായിട്ടും നീ എൻ്റെ ജീവിതത്തിൽ വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ അങ്ങനെ തന്നെ ജീവിച്ചേനെ. എന്തെല്ലാം സംഭവിച്ചാലും വൂജു ആയിരിക്കും എൻ്റെ മനസ്സിൽ ഏറ്റവും ആദ്യം വരിക എന്ന് നീ എന്നോട് പറഞ്ഞ കാര്യമാണ്. അതുകൊണ്ട് എനിക്ക് തീർച്ചയായിട്ടും അറിയാം നീ വൂജുവിൻ്റെ ഗാർഡിയൻ ആവാൻ ഏറ്റവും യോജിച്ച ആളാണെന്ന്. നീ സ്വയം കുറ്റപ്പെടുത്തിയിരിക്കണ്ട, നമ്മൾ രണ്ടുപേരും ഇല്ലേ, നമുക്കത് ഒരുമിച്ച് നേരിടാമെന്ന് അവൻ പറയും. അവളത് കേട്ടിട്ട് അവനോട് താങ്ക് യു പറയുന്നുണ്ട്. അവർക്ക് വൂജുവിൻ്റെ ഗ്യാപ്പ് ഒരുപാട് ഫീൽ ചെയ്യും. എനിക്കിപ്പോൾ വൂജു ഇല്ലാതെ ജീവിക്കാനേ കഴിയില്ല, നമ്മൾ വൂജുവിൻ്റെ ഫാമിലിയാണ്. അവർക്കെങ്ങനെ കൊച്ചിനെ നമ്മുടെ കയ്യിൽ നിന്ന് അങ്ങനെ എടുത്തുകൊണ്ട് പോകാൻ കഴിയുക? അതെ, നമ്മൾ വൂജുവിൻ്റെ ഫാമിലിയാണ്. എന്തു വന്നാലും കാര്യങ്ങൾ നമ്മൾ നേരെയാക്കും. അതുകൊണ്ട് ഇപ്പോൾ ഭക്ഷണം കഴിച്ച് ഉള്ള സ്ട്രെങ്ത് തിരിച്ചെടുക്കാൻ നോക്ക്. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ടത് ചെയ്യാമെന്ന് അവൻ പറയും. അവളിപ്പോൾ ആ വീട് മുഴുവൻ ടേപ്പ് ഒട്ടിക്കുകയാണ്. അതുപോലെ തന്നെ തറയിൽ മുഴുവൻ സേഫ്റ്റി ബെഡ് ഇടും. കൊച്ചിന് എന്തെങ്കിലും ആക്സിഡന്റ് സംഭവിച്ചാലും പരിക്കൊന്നും സംഭവിക്കില്ല എന്ന് ഉറപ്പിക്കാൻ വേണ്ടി. അതുപോലെ തന്നെ ബേബി ഗേറ്റും ക്യാമറയും പിടിപ്പിക്കാനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇൻവെസ്റ്റിഗേഷന് വരുമ്പോൾ ഇവർ ബേബിയെ എത്രമാത്രം കെയർ ചെയ്യുന്നു എന്ന് അവരെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇതെല്ലാം ചെയ്യുന്നത്. ഇതേ സമയം പാർക്കിന് ഒരു കോൾ വരും. ഹുഞ്ചിനാണ്. അവൾ വിളിച്ചിട്ട് വൂജുവിനെ അവരുടെ അടുത്തുനിന്ന് കൂട്ടിക്കൊണ്ടു പോയ കാര്യം അയാളോട് പറയുവാണ്. അയ്യോ, അപ്പോൾ ഇനി എന്താ ചെയ്യുന്നത്, എനിക്കെന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ കഴിയുമോ എന്ന് അയാൾ ചോദിക്കും. ഇല്ല, കുഴപ്പമില്ല, വൂജുവിനെ തിരിച്ചു കിട്ടാനും അതുപോലെ ഗാർഡിയൻഷിപ്പ് ഇൻ്റർവ്യൂ പാസ്സാവാനും ഇനിയൊരു ഹോം വിസിറ്റ് കൂടി ഉണ്ട്. അതുകൊണ്ട് ഞാൻ വീടൊക്കെ ഒന്ന് നേരെയാക്കി വെക്കുമായിരുന്നു. വൂജുവിനെ എങ്ങനെയെങ്കിലും തിരിച്ചു കൊണ്ടുവരുന്നതിലാണ് ഞാൻ ശ്രമിക്കുന്നത്. അയാളപ്പോൾ, നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ ഏത് സമയത്തും വിളിക്കാമെന്ന് പറഞ്ഞ് ഫോൺ വയ്ക്കും. അപ്പം തന്നെ വേറൊരാൾ വിളിക്കുന്നുണ്ട്. എന്നിട്ട് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു, നിങ്ങൾക്ക് ചൈൽഡ് സെപ്പറേഷൻ്റെ പ്രൊസീജിയർ എന്തൊക്കെയാണെന്ന് അറിയുമോ? ഇപ്പോൾ അയൽക്കാരൻ ചേട്ടൻ വന്നിട്ട് അവരുടെ വീട്ടിൽ ബേബി ഗേറ്റ് പിടിപ്പിക്കും. ടേഹുങ് അതിൻ്റെ എല്ലാം വീഡിയോ എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അമ്മച്ചിയും ഹുഞ്ചനും കൂടെ വീട് വൃത്തിയാക്കുവാണ്. ഇതേസമയം അയൽക്കാരി ചേച്ചിയും ചേട്ടനും കൂടെ കുറച്ച് സാധനമായിട്ട് വരും. നിങ്ങളെ വീട്ടിൽ വലിയ പണിയാണെന്ന് ഞാൻ കേട്ടു, അതുകൊണ്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ഞങ്ങളുടെ പിള്ളേരെ മുന്നേ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണെന്ന് പറഞ്ഞ് അത് അവർക്ക് കൊടുക്കും.
പിന്നെ ഞാൻ പരിശോധിച്ചിരുന്നു, അവർക്ക് ഈ സെപ്പറേഷൻ ഓർഡർ ക്യാൻസൽ ചെയ്യണമെങ്കിൽ എന്തെങ്കിലും സോളിഡ് ആയിട്ടുള്ള എവിഡൻസ് വേണം. ചേട്ടൻ അവൾക്കൊരു പെൻഡ്രൈവ് കൊടുത്തിട്ട് ഇത് അതിന് സഹായിക്കുന്നത് പറയും. ഇതെന്താ സംഭവം എന്ന് അവൾ ചോദിക്കുമ്പോൾ അതൊരു റെക്കോർഡഡ് കോളാണ്. അന്ന് വൂജുവിന് പനിയായിരുന്നപ്പോൾ മെഡിസിൻ ഉണ്ടോയെന്ന് ചോദിച്ച് അവൾ ചേച്ചിയെ വിളിച്ച സംഭാഷണം കേൾപ്പിച്ചു കൊടുക്കും. നീ അറിഞ്ഞുകൊണ്ട് വൂജുവിനെ ഉപദ്രവിച്ചതല്ല, പെട്ടെന്ന് പാനിക്കായിട്ട് ശ്രദ്ധ തെറ്റിപ്പോയതാണെന്ന് അവർക്ക് മനസ്സിലാവാൻ ഇത് മതിയെന്ന് അവർ പറയും. നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, എല്ലാവരോടും താങ്ക് യു. അതൊന്നുമില്ലെന്ന് പറഞ്ഞ് അവളെ ചേർത്ത് പിടിക്കും. ഇപ്പോൾ പാർക്ക് നേരത്തെ വിളിച്ച അവൻ്റെ വക്കീൽ ഫ്രണ്ടിൻ്റെ അടുത്ത് വന്നിട്ട് പ്രൊസീജിയർ എന്തൊക്കെയാണെന്ന് ഡിസ്കസ് ചെയ്യുവാണ്. വക്കീൽ അപ്പോൾ ആ അപ്പാർട്ട്മെൻറ്റിലെ എല്ലാ ആളുകളുടെയും ഡേ കെയറിലെ ടീച്ചറുടെയും സ്റ്റേറ്റ്മെൻറ്റ് ഹുൻചിന് അനുകൂലമായിട്ടാണ്. അവൾക്ക് കൊച്ചിനെ ഒത്തിരി ഇഷ്ടമാണെന്നാണ് അവരെല്ലാം പറയുന്നത്. അപ്പോൾ എല്ലാം ഓക്കെ ആവുമെന്ന് പാർക്ക് ചോദിക്കും. നീ അങ്ങനെ വറി ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് ഫ്രണ്ട് പറയുന്നുണ്ട്. പിന്നെ അതാരാ, നീ നേരിട്ട് വന്ന് ഇടപെടാൻ വേണ്ടി അവൾ നിന്റെ ഗേൾ ഫ്രണ്ട് ആണോ എന്ന് അയാൾ ചോദിക്കും. പാർക്ക് പറയും, അല്ല, അവളെൻ്റെ ഫസ്റ്റ് ലവ് ആണ്. ഈ സമയം വൂജുവിനെ കാണിക്കും. വേറെ ഏതോ ഒരു സ്ത്രീ കൊച്ചിനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അവനാണെങ്കിൽ മമ്മി മമ്മി എന്ന് വിളിച്ച് ഒരേ കരച്ചിൽ തന്നെയാണ്. ആ ചേച്ചി കൊച്ചിനോട് നീ എന്തിനിങ്ങനെ കരയുന്നത്, നിനക്ക് എന്താ ബുദ്ധിമുട്ടെന്നെല്ലാം ചോദിക്കുന്നുണ്ട്. പക്ഷേ അവൻ്റെ അങ്കിളിനെ ആൻറ്റി ഒന്നും കാണഞ്ഞിട്ടായിരിക്കും ഭയങ്കര വിഷമമാണ്. ഇവിടെ ഓഫീസിൽ ഇൻവെസ്റ്റിഗേറ്റർ ഉണ്ട്. അപ്പം തന്നെ അവിടെ ഒരു കോൾ വന്നിട്ട് വൂജുവിൻ്റെ എന്തോ കാര്യം സംസാരിക്കുന്നുണ്ട്. എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അത് ആ കൊച്ച് കുറേ ദിവസമായിട്ട് ഉറങ്ങിയിട്ടില്ല എന്ന് തോന്നുന്നു, നിർത്താതെ കരയുവാണെന്ന് അവർ പറയും. അവനവൻ്റെ അങ്കിളിനെ ആൻറ്റിയെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് രണ്ടുപേർക്കും കൊച്ചിനെ ഒരുപാട് ഇഷ്ടമായിരുന്നു എന്ന് തോന്നുന്നു. ഈ പെറ്റീഷൻ കണ്ടാൽ തന്നെ അത് മനസ്സിലാവുമെന്ന് അവർ പറയും. അത് എനിക്കൊന്ന് കാണാമോന്ന് ഇൻവെസ്റ്റിഗേറ്റർ ചോദിക്കും. അത് അവർക്ക് കൊടുക്കും. ഇപ്പോ ഹുൻചിനും ടെഹും കൂടെ പോലീസ് സ്റ്റേഷനിൽ വന്നിരിക്കുകയാണ്. പോലീസുകാരൻ അവരോട്, ഞാൻ ഇന്ന് നിങ്ങളുടെ പെറ്റീഷൻ പരിശോധിച്ചിരുന്നു, ഇതെല്ലാം ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിൽ നിന്ന് തുടങ്ങിയതാണെന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. ഒരു കുഞ്ഞുകുട്ടിയുടെ കേസാകുമ്പോൾ അതൊരു എക്സ്ട്രീംലി സെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ചിലപ്പോൾ ഇങ്ങനെ ഒരു ആക്ഷൻ ഞങ്ങൾക്ക് എടുക്കേണ്ടി വന്നേക്കാം. അവരപ്പോൾ പെറ്റീഷൻ ഒന്ന് ചോദിക്കും. പോലീസുകാരൻ അവർക്കത് കാണിച്ചു കൊടുക്കും. ഇത് നീ കൊച്ചിനെ ഉപദ്രവിച്ചു എന്നുള്ള കാര്യങ്ങളെല്ലാം തെറ്റിദ്ധാരണയാണെന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് കിട്ടിയ ഒരു റിട്ടേൺ പെറ്റീഷനാണ്. ഇങ്ങനെയുള്ള കേസിൽ ഒരു തേർഡ് പാർട്ടിയുടെ റിപ്പോർട്ടോ സ്റ്റേറ്റ്മെന്റോ ഇമ്പോർട്ടൻ്റ് എവിഡൻസ് ആയിട്ട് പരിഗണിക്കാറുണ്ട്. ഹുൻചിൻ അത് കേട്ടിട്ട്, പക്ഷേ ഇതാരാ സബ്മിറ്റ് ചെയ്തത്? അപ്പോൾ അയാൾ, നിങ്ങൾ അറിഞ്ഞില്ലേ, പാർക്ക് എന്ന പേരുള്ള ഒരാളാണ്. അങ്ങനെ ആ പെറ്റീഷനിൽ സൈൻ ചെയ്ത ആളുകളുടെ ലിസ്റ്റും അവരെ കാണിച്ചു കൊടുക്കും. ഹുൻജിൻ ഓഫീസിലായിരിക്കുമ്പോൾ അവൾക്കൊരു കോള് വരും. അവളത് കേട്ടിട്ട്, എന്താ താങ്ക് യു, ഒരുപാട് സന്തോഷം എന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ വൂജു തിരിച്ച് വീട്ടിൽ വന്നിരിക്കുകയാണ്. ഇൻവെസ്റ്റിഗേറ്ററും കൂടെയുണ്ട്. അവൻ്റെ പനിയെല്ലാം മാറിയതുകൊണ്ട് അവർക്ക് ആശ്വാസമായി. നിന്നെ കാണാതെ ഞങ്ങൾ എത്ര വിഷമിച്ചു എന്ന് പറഞ്ഞ് ടെഹുങ് കൊച്ചിനെ എടുത്ത് മടിയിൽ വയ്ക്കും. ഇൻവെസ്റ്റിഗേറ്റർ അത് കണ്ട് ചിരിക്കുന്നുണ്ട്. അവർ ഇവരോട്, ഞാനിവിടെ കഴിഞ്ഞ തവണ നടക്കാതെ പോയ ഹോം വിസിറ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണെന്ന് പറയും. അങ്ങനെ ഇപ്പോൾ കൊച്ച് അവിടെ ഇരുന്ന് കളിക്കുവാണ്. ആ വീട്ടിൽ പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇൻവെസ്റ്റിഗേറ്റർ അതിൻ്റെ എല്ലാം വീഡിയോ എടുക്കും. വൂജു നല്ല ഹാപ്പിയാണ്. വൂജുവിന് വേണ്ടി സ്പെഷ്യലായി ആ വീട് മുഴുവൻ മാറ്റിയെടുത്തിട്ടുണ്ട്. അവർ നോക്കുമ്പോൾ ഇവർ മൂന്നും ഹാപ്പിയായി നിൽക്കുന്ന ഒരുപാട് ഫോട്ടോസ് കാണും. അതിലൊരു ഫോട്ടോ സ്പെഷ്യലായിട്ട് ഹുൻജിൻ വൂജുവിനെ മടിയിൽ വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു അടിപൊളി ഫോട്ടോ ആയിരിക്കും. അവർ ഓഫീസിൽ വന്നിട്ട് വീണ്ടും ആ പെറ്റീഷൻ എടുത്തു നോക്കും. വൂജുവിൻ്റെ അങ്കിൾ കൊടുത്തുവിട്ട ഒരു ആൽബവും അവരുടെ കയ്യിലുണ്ട്. അതിൽ അവൻ്റെ കൂടെയുള്ള എല്ലാ ക്യൂട്ട് മൊമെൻറ്റ്സും ഫോട്ടോ എടുത്ത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. വൂജു അവരുടെ കൂടെ ഇരിക്കുമ്പോൾ എത്ര ഹാപ്പി ആയിട്ടാണ് ഉള്ളതെന്ന് ആ ഫോട്ടോയിൽ തന്നെ കാണാം. വൂജു, നീയാണ് എൻ്റെ ലോകം എന്ന് അതിൽ എഴുതി വെച്ചിട്ടുണ്ട്. അവരിതെല്ലാം ഓർത്തുകൊണ്ട് നേരെ തിരിഞ്ഞ്, വൂജു ശരിക്കും നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. ഞാൻ ആവശ്യത്തിന് പരിശോധനകൾ നടത്തിയെന്ന് തോന്നുന്നു. ഹിയറിങ്ങിൻ്റെ അന്ന് നമുക്കിനി കാണാമെന്ന് അവർ പറയും. വൂജു ഇപ്പോൾ കിടന്ന് നല്ല ഉറക്കമാണ്. അവർ രണ്ടും അവൻ്റെ കൂടെ തന്നെയുണ്ട്. നമ്മുടെ വൂജു ഒരുപാട് കഷ്ടപ്പെട്ടു എന്ന് അവൾ പറയും. അവനത് കേട്ടിട്ട്, നീയും ഒരുപാട് കഷ്ടപ്പെട്ടു. അവളിപ്പോൾ, ഞാനും വൂജുവും ഇനി ലിവിങ് റൂമിന് പകരം ബെഡ്റൂമിൽ കിടക്കണം എന്ന് തോന്നുന്നു. പക്ഷേ നീ ഓക്കെ ആയിരിക്കുമെന്ന് അവൻ ചോദിക്കുന്നുണ്ട്. ആദ്യം ഞാൻ എൻ്റെ ചേച്ചിയെക്കുറിച്ച് ഓർക്കുമ്പോൾ എല്ലാം എപ്പോഴും കരയുമായിരുന്നു. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. അവൾ ഇവിടെ ഇല്ലെങ്കിൽ കൂടി അവളെ എനിക്ക് തന്ന സ്നേഹവും ഞങ്ങൾ ഒരുമിച്ച് ഷെയർ ചെയ്ത സമയവും എല്ലാം എൻ്റെ ഉള്ളിലുണ്ട്. ടെഹുങ് അവളെ കെട്ടിപ്പിടിക്കും. ഇപ്പോൾ ഫാമിലി കോർട്ടാണ് കാണിക്കുന്നത്. അവിടെ അയൽക്കാർ മുഴുവൻ വാതിലിന് പുറത്ത് കാത്തു നിൽപ്പുണ്ട്. നീ എന്തിനാണ് പേടിക്കുന്നതെന്ന് അമ്മച്ചി ചോദിക്കും. പക്ഷെ അവരുടെ കൈയാണെങ്കിൽ പേടിച്ച് വിറച്ചുകൊണ്ടിരിക്കുകയാണ്. ചേട്ടനും പിള്ളേരും കൂടെ വാതിലിൽ ചെവി വെച്ച് ഉള്ളിൽ എന്താ പറയുന്നതെന്ന് കേൾക്കാൻ ശ്രമിക്കുകയാണ്. ഇപ്പോൾ ഉള്ളിൽ ടെഹുങ്ങും ഹുൻജിനും വൂജുവും ഇരിപ്പുണ്ട്. ജഡ്ജി വിധി പറയുവാണ്.
ഈ കോടതി കേസ് വളരെ കെയർഫുൾ ആയി പരിശോധിച്ചു. നിങ്ങൾ സമർപ്പിച്ച ഡോക്യുമെന്റ്സും ഇന്റർവ്യൂ ഡീറ്റെയിൽസും ഫാമിലി ഇൻവെസ്റ്റിഗേഷൻ റിസൾട്ട്സും എല്ലാം കൺസിഡർ ചെയ്തു. അതിന്റെ ഫലമായി ഈ കോടതി ഗാർഡിയൻ കാൻഡിഡേറ്റ് കുഞ്ഞിനെ നോക്കാൻ ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആളായി കണ്ടെത്തിയിട്ടുണ്ട്. ആ കാരണത്താൽ ഈ കോടതി ഗാർഡിയൻ കാൻഡിഡേറ്റ് ആയ മിസ് ഹുൻസിനെ കുഞ്ഞിന്റെ ലീഗൽ ഗാർഡിയനായി അപ്പോയിന്റ് ചെയ്യുവാണ്. അയ്യോ, അവർക്ക് ആശ്വാസമായി, ഊജു ഹാപ്പിയായി. പുറത്ത് നിൽക്കുന്നവര് അത് അപ്രൂവ് ആയെന്ന് തോന്നുന്നെന്ന് പറയുന്നുണ്ട്. അവർക്കാണെങ്കിൽ ടെൻഷനായിട്ട് വയ്യ. ഇപ്പോ ടേഹുങ്ങും ഹുൻസിനും കൂടെ പുറത്തേക്ക് വരും. എന്തായെന്ന് ചോദിക്കുമ്പോ അത് അപ്രൂവ് ആയിന്ന് ടേഹുങ്ങും പറയും. സന്തോഷം കൊണ്ട് അവരെല്ലാം കൂടെ തുള്ളിച്ചാടും. അവരൊരുപാട് ഹാപ്പിയാവും. അടുത്ത ദിവസം ഹുൻജിൻ പാർക്കിന് ചെന്ന് കാണുവാണ്. അവൾ അവനോട് അവരെ സഹായിച്ചതിന് ഒരുപാട് നന്ദി പറയും. നീ ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് വൂജുവിനെ തിരിച്ചു കിട്ടില്ലായിരുന്നു, ഞാൻ അവന്റെ ഗാർഡിയൻ ആവില്ലായിരുന്നു. അതൊന്നും വലിയ കാര്യമില്ലെന്ന് പാർക്ക് മറുപടി പറയുന്നുണ്ട്. എനിക്കൊരു വക്കീൽ ഫ്രണ്ട് ഉണ്ട്, ഞാൻ അവനോട് കാര്യങ്ങളൊന്നും പറഞ്ഞതേ ഉള്ളൂ. കുറച്ച് ദിവസമായി ഞാൻ നിന്നെ അന്വേഷിച്ച് നടക്കുമായിരുന്നു, കാണുന്നേ ഇല്ലായിരുന്നല്ലോ എന്ന് അവൾ ചോദിക്കുമ്പോൾ ഞാൻ US ബ്രാഞ്ചിലേക്ക് ട്രാൻസ്ഫർ ആയി പോവാണെന്ന് പാർക്ക് പറയും. US-ലേക്കോ? എപ്പോഴാണ് പോകുന്നേ? 2 ആഴ്ച കഴിഞ്ഞ് ഞാൻ പോവും. പോകുന്നതിന് മുമ്പ് എനിക്ക് വൂജുവിന് ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുക്കുമെങ്കിലും ചെയ്യാം. വൂജുവിൻ്റെ ബർത്ത്ഡേ അടുത്ത വീക്കിലല്ലേ എന്ന് അവൻ ചോദിക്കും. അവള് ആന്ന് പറയുന്നുണ്ട്. പെട്ടെന്ന് അവൾ ഒന്നുകൂടെ അത് ഓർക്കും. ഇപ്പോ ടേഹുങ്ങും ഹുൻജിനും കൂടെ ബർത്ത്ഡേയുടെ കാര്യങ്ങളെ ഡിസ്കസ് ചെയ്യുവാണ്. അവന്റെ ബർത്ത്ഡേ അടുത്ത് വരുന്നു എന്ന് എനിക്കറിയായിരുന്നു, പക്ഷെ നെക്സ്റ്റ് വീക്കിലാണെന്ന് ഞാൻ വിചാരിച്ചതേ ഇല്ല. നമ്മളിപ്പോ എവിടുന്ന് തുടങ്ങുക, എവിടെ വെച്ച് അത് നടത്തേണ്ടതെന്ന് ടേഹുങ് ചോദിക്കുമ്പോൾ എന്താ വീട്ടിൽ വെച്ചല്ലേ എന്ന് അവൾ പറയും. അത് ശരിയാവില്ല, ഞാൻ അവന്റെ അങ്കിൾ ആയതിനു ശേഷമുള്ള വൂജുവിന്റെ ആദ്യ ബർത്ത്ഡേ ആണ്, അത് നമ്മൾ ഗ്രാൻഡ് ആയിട്ട് ആഘോഷിക്കണം. അപ്പോൾ ഫുഡ് എന്തുണ്ടാക്കുന്നതാണ് ഹുൻജിന്റെ ടെൻഷൻ. അവരങ്ങനെ കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ടേഹുങ് ഇപ്പോൾ അവന്റെ ഫ്രണ്ട്സിനെ വന്ന് കാണും. അതിലൊരുത്തൻ, എനിക്കറിയാവുന്ന ഒരു സ്റ്റുഡിയോ ഉണ്ട്, അവിടെ ഇവന്റ്സ് ഒക്കെ നടത്താൻ പറ്റിയ സ്ഥലമാണ്, നമുക്ക് അവിടെ ബർത്ത്ഡേ പാർട്ടി നടത്താന്ന് പറയും. അതുപോലെ തന്നെ മറ്റവനും അങ്ങനെയാണെങ്കിൽ ആങ്കറിങ് ഞാൻ ചെയ്യാന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവരതെല്ലാം സെറ്റ് ആക്കും. ഇവിടെ ഇപ്പോൾ ഹുൻജിൻ അമ്മച്ചിയോടും ചേച്ചിയോടും ഫുഡിനെ പറ്റിയുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുവാണ്. അവളെ ഏതെങ്കിലും കാറ്ററിംഗ് സർവീസിനെ ഏൽപ്പിക്കാന്ന് പറയുമ്പോൾ അമ്മച്ചി, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, വൂജു എൻ്റെ കൊച്ചുമകനാ, നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് ചേർന്ന് ഫുഡ് ഉണ്ടാക്കാം. ബർത്ത്ഡേ കേക്ക് ഉണ്ടാക്കുന്ന കാര്യം ചേച്ചിയും ഏറ്റെടുക്കും. അപ്പത്തേക്ക് ചേട്ടന്മാർ രണ്ടുപേരും കൂടെ വന്നിട്ട് അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ പാട്ട് പാടുന്ന പറയും. ഇവിടെ ഇപ്പോൾ വലിയൊരു ഹാള് തന്നെ ഫ്രണ്ട് സെറ്റപ്പ് ആക്കി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള സാധനങ്ങളെല്ലാം കൊണ്ടുവരും. ഊച്ചുവിന് ആനിമൽസിനെ എല്ലാം ഒത്തിരി ഇഷ്ടമായതുകൊണ്ട് അങ്ങനെ ഒരു തീം തന്നെയാണ് അവർ സെറ്റ് ചെയ്യുന്നത്. ചേട്ടന്മാര് പാട്ട് പ്രാക്ടീസ് ചെയ്യുവാണ്. അത് കേട്ട പാർട്ടിക്ക് വന്നവരെല്ലാം മിക്കവാറും ഓടാൻ സാധ്യതയുണ്ട്. ഇവരാണ് ഫുഡിന്റെ പണിയിലാണ്. ചേട്ടന്റെ പാട്ട് കേട്ട് നീ പാട്ട് പാടുവാണോ അത് പള്ളിയിൽ ഭജന ഇരിക്കുവാണോ എന്ന് അമ്മച്ചി ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്ക് ചേച്ചി കേക്ക് റെഡി ആക്കി കൊണ്ടുവരും. അങ്ങനെ ഇപ്പൊ ബർത്ത്ഡേയുടെ ദിവസമായി. ഊജുവിനെ ഡ്രസ്സ് ഇടിപ്പിക്കാൻ നോക്കിയിട്ട് അവൻ സമ്മതിക്കുന്നേ ഇല്ല. അവൻ ഇഷ്ടപ്പെട്ട തേനീച്ചയുടെ ഉടുപ്പിട്ടാണ് ഇരിക്കുന്നത്. അങ്ങനെ പാർട്ടി തുടങ്ങി. അവിടെയെല്ലാം നല്ല അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവരുടെ ഒരുപാട് ഫോട്ടോസ് ഉണ്ട്. അവര് 3 പേരും കൂടെ കൈ പിടിച്ച് അങ്ങോട്ടേക്ക് വരും. അവരത് ചുറ്റും നോക്കും. അതെല്ലാം കണ്ടിട്ട് ഹുൻജിൻ, നീ ശരിക്കും ഇത് ഒറ്റയ്ക്ക് ചെയ്തതാണെന്ന് ചോദിക്കും. അപ്പോഴേക്ക് ഫ്രണ്ട്സ് വന്നിട്ട് അല്ല, ഞങ്ങളും കൂടെ കൂടിയിട്ടാണെന്ന് പറയും. ഹുൻജിന്റെ ഫ്രണ്ട്സും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അവർ ചെന്ന് അവളെ കെട്ടിപ്പിടിക്കും. അപ്പോഴാണ് ആമിച്ചുവും ഹസ്ബൻഡും കൂടെ ഒരുമിച്ച് വരുന്നത്. ടേഹുങ് ഓടി ചെന്ന് അവരെ വെൽക്കം ചെയ്യും. എവിടെ കൊച്ചേർക്കൻ എന്തെന്ന് ചോദിക്കുമ്പോൾ വൂജു വന്ന് അവരെ നോക്കും. ആമിച്ചു വൂജുവിന് ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞ് ഒരു ഗോൾഡ് റിങ് ഗിഫ്റ്റായിട്ട് കൊടുക്കും. വൂജു 2 കൈ നീട്ടി അത് വാങ്ങും. പിള്ളേര് പടം മുഴുവൻ എത്തിയിട്ടുണ്ട്. ചേട്ടനാണെങ്കിൽ നല്ല കോട്ടും സ്യൂട്ടും ഒക്കെ ഇട്ടാണ് വന്നിരിക്കുന്നത്. പുറകെ തന്നെ പാർക്കും എത്തി. അവൻ കൊച്ചിന് ഒരു അടിപൊളി വണ്ടിയും വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. ഊജു അപ്പം തന്നെ അതിന്റെ മുകളിൽ കയറിയിരുന്ന് ഓടിക്കാനും തുടങ്ങി. പാർക്കിനെ കണ്ടിട്ട് ഹുൻജിനും ഓടി വരുന്നുണ്ട്. അയാളുടെ പുറകെ തന്നെ ടീം 3-ലെ എല്ലാ ആളുകളും ഉണ്ട്. നമുക്ക് പരിപാടി തുടങ്ങാന്ന് ആങ്കർ ആയിട്ടുള്ള ഫ്രണ്ട് പറയും. അങ്ങനെ കേക്ക് കൊണ്ടുവയ്ക്കും. നമ്മൾ വൂജുവിന്റെ സെക്കൻഡ് ബർത്ത്ഡേ പാർട്ടി തുടങ്ങുന്നതിന് മുമ്പ് അവന്റെ അങ്കിളിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ കേൾക്കാന്ന് അവൻ പറയും. ഞാനൊന്ന് ചോദിച്ച് ടേഹുങ് മൈക്ക് കയ്യിലെടുക്കും. എന്നിട്ട് ഞാൻ വൂജു ഞങ്ങളുടേത് മാത്രമാണെന്നാണ് വിചാരിച്ചിരുന്നത്, പക്ഷേ വൂജു എല്ലാവരുടേതുമാണ്. ഇവിടെയുള്ള എല്ലാവരും അത് കാരണമാണ് ഇവിടെ വന്നിരിക്കുന്നത്. അവൻ അവിടെ വന്ന എല്ലാവരോടും താങ്ക് യു പറയും. എന്നിട്ട് മൈക്ക് ഹുൻജിന്റെ കയ്യിലേക്ക് കൊടുക്കും. അവൾ അത് വാങ്ങി. ഇന്നിവിടെ ഏറ്റവും അധികം തിളങ്ങുന്നത് നമ്മുടെ വൂജു ആണ്. അവളും അതുപോലെ എല്ലാവരോടും താങ്ക് യു പറഞ്ഞിട്ട് നമുക്ക് വൂജുവിന് വേണ്ടി ബർത്ത്ഡേ സോങ് പാടിയാലൊന്ന് ചോദിക്കും. അങ്ങനെ എല്ലാവരും ഒരുമിച്ച്
ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ഡിയർ വൂജു പാടും. ഇതിനിടയ്ക്ക് അലമ്പ് പിള്ളേരെല്ലാം കൂടി എവിടെ പോയി ഞെക്കി അവിടെ വെച്ചിരുന്ന സാധനങ്ങളെല്ലാം പൊട്ടി കളർ പേപ്പേഴ്സ് താഴേക്ക് വീഴും. അവർ അത്ഭുതത്തോടെ നോക്കി നിൽക്കും. പഴയ കാര്യങ്ങൾ കാണിക്കുവാണ്. അന്ന് ഫ്യൂണറലിൻ്റെ ദിവസം വൂജുവിനെ ആദ്യമായി കണ്ടത്. അവൻ വിശന്ന് അവൻ്റെ വയറും തടവിക്കൊണ്ട് നിന്നത്, അങ്കിളുടെ കാലിൽ പോയി പിടിച്ചത്, ഇവരെ പറ്റിച്ച് വെള്ളത്തിലൂടെ ഓടി നടന്നത്, ടേഹ്ങ് സാധനമെല്ലാമായി വീട്ടിലേക്ക് വരുന്നത്, അവരൊരുമിച്ച് വൂജുവിനെ കുളിപ്പിക്കുന്നത്, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നത്, വൂജുവിൻ്റെ കൈക്ക് പരിക്ക് പറ്റിയപ്പോൾ അവൻ കൊച്ചിനെയും കൊണ്ട് ആശുപത്രിയിലേക്ക് ഓടിയത്, അങ്കിളിനെ കണ്ട് വൂജു തുള്ളിച്ചാടി അവൻ്റെ തോളിൽ ചാരിക്കിടന്നത്, അവർ രണ്ടും ഒരുമിച്ചിരുന്ന് ബുക്ക് വായിക്കുന്നത്, ട്രിപ്പിന് പോയത്. അങ്ങനെ അവരുടെ ഹാപ്പി മൊമെന്റ്സ് എല്ലാം ഒരു നിമിഷം കാണിക്കും. അമ്മച്ചി സന്തോഷം കൊണ്ട് കരയും. അവിടെയുള്ള എല്ലാവരും ഒരുപാട് ഹാപ്പിയാണ്. ഇതിനിടയ്ക്ക് ആമിച്ചുവിന് ഛർദ്ദിക്കാൻ വരുന്നുണ്ട്. ഇത് കണ്ട് ഹസ്ബൻഡ് അവളെന്താ പ്രഗ്നന്റ് ആണെന്ന് ചോദിച്ച് അവരുടെ പുറകെ ചെല്ലും. ഫ്രണ്ട് അവരുടെ ഫോട്ടോ എടുക്കുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും വൂജുവിൻ്റെ 2 കവിളിലും ഉമ്മ കൊടുക്കും. ഇവിടെ വെച്ച് ഈ സീരീസ് അവസാനിക്കുവാണ്. വൂജുവിന് അവൻ്റെ അച്ഛനെയും അമ്മയും നഷ്ടമായി. എങ്കിലും ഒരു കൂട്ടം ആളുകൾ അവൻ്റെ ഫാമിലി ആയിട്ട് ഇപ്പോൾ ഉണ്ട്. നിങ്ങൾ എത്ര പേര് വൂജുവിനെ മിസ് ചെയ്യും? ഇതൊരു അടിപൊളി ഡ്രാമ ആയിരുന്നല്ലേ. അപ്പോൾ ഇനി ഏതെങ്കിലും ഡ്രാമ ചെയ്യണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. എൻ്റെ കൂടെ ഈ ഡ്രാമ കണ്ട എല്ലാവരോടും ഒരുപാട് താങ്ക് യു.